വണക്കം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തുന്നത് വരെ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യയെ എല്ലാ കാലത്തും ആക്രമിക്കുന്ന ഭീകര സംഘടനയുടെ തലവനായിട്ടുള്ള മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരൻ, അവൻ ഒരു ടെറർ പീസായിരുന്നു. ഈ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞ ശേഷം ഇവനൊരു ഡമ്മി പീസാണെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അവിടെയുള്ള പല മർക്കസുകളിലുമാണ് നമ്മുടെ ബ്രഹ്മോസ് ചെന്ന് വീണത്. ആ മർക്കസുകളിൽ നമ്മളെ ബ്രഹ്മോസ് ചെന്ന് വീഴുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവന്മാർ മതം പഠിപ്പിക്കാനെന്നുള്ള രീതിയിൽ അവിടെ നടത്തുന്നത് തീവ്രവാദ റിക്രൂട്ട്മെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യ കൃത്യമായി എയിം ചെയ്ത് യവന്മാരെ എല്ലാത്തിനെയും ആട്ടാപടലം തൂക്കി എന്നുള്ളതാണ്. ഏകദേശം 900ഓളം ഭീകരവാദികൾക്ക് നേരെയാണ് ഇന്ത്യ അന്ന് ബ്രഹ്മോസ് അയച്ചത്. അതിൽ നമ്മുടെ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏകദേശം 100 ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഇന്ത്യ 900ഓ ഇന്ത്യ 1000ഓ ഇന്ത്യ 1500ഓ ഭീകരർക്ക് നേരെ ഒരു ബ്രഹ്മോസ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. യവന്മാർ സമ്പൂർണ്ണമായി തീർന്നു കാണും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ബലാക്കോട്ട് ആക്രമണം. ഈ ബലാക്കോട്ട് ആക്രമണത്തിൽ ഇന്ത്യ പൈൻ മരങ്ങൾക്ക് മുകളിലാണ് ബോംബിട്ടത് എന്ന് പറഞ്ഞ് കേരളത്തിലെ സുഡാപ്പികൾ സന്തോഷിച്ചിരുന്നു. അതിനുശേഷം പാകിസ്ഥാനും പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു കാഷ്വാലിറ്റി ഇല്ല, നമ്മുടെ കുറച്ച് പൈൻ മരങ്ങൾക്ക് മുകളിൽ അവന്മാർ എന്ത് ചെയ്തു, ബ്രഹ്മോസ് ഇട്ടു, അല്ലെങ്കിൽ അവന്മാർ എന്ത് ചെയ്തു, മിസൈൽ ഇട്ടു. ആ മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ സുഡാപ്പികൾ ആശ്വസിച്ചു, ഓ നന്നായി എന്ന് പറഞ്ഞു. അതും പറഞ്ഞു, അതായത് പാകിസ്ഥാൻ്റെ ആ വാദം എടുത്തുകൊണ്ടാണ് ഇവിടെ യവന്മാർ എന്ത് ചെയ്തത്, ഇന്ത്യൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. അതിനുശേഷം UN പ്രസംഗത്തിൽ പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻ ഖാൻ പോയി കരഞ്ഞു മെഴുകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. 250 നമ്മുടെ ഭീകരവാദികളാണ് ഇന്ത്യയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തട്ടിക്കളഞ്ഞത് എന്നാണ് അവൻ ആ സമയത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പുറത്തു വന്നു. എന്തായാലും ഇപ്പോൾ മസൂദ് അസർ എന്ന് പറയുന്ന പണ്ട് ടെറർ പീസായിരുന്ന ഇപ്പോൾ ഡമ്മി പീസായിരുന്ന അവൻ്റെ ഒരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിലൂടെ എൻ്റെ കുടുംബത്തിലെയും എൻ്റെ കൂട്ടാളികളുമായ 14 പേരെയാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത്, അല്ലെങ്കിൽ ഇന്ത്യ തവിട് പൊടിയാക്കിയത് എന്നാണ് ഇവൻ്റെ കത്തിൽ ഇവൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. പോരാത്തതിന് ഇവൻ ആ കത്തിൽ എഴുതുന്ന വേറൊരു സാഹചര്യമുണ്ട്, ഭയത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോഴും അവിടെ അലയടിക്കുന്നുണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഭയം വേണം, നിനക്കൊക്കെ ആ ഭയം വേണം. ആ ഭയം എന്നില്ലാതാവുന്നോ അന്ന് വീണ്ടും നിൻ്റെയൊക്കെ ആസനത്തിൽ ഒരു ബ്രഹ്മോസ് കൂടെ നമ്മൾ അടിച്ചിട്ട് വരും. നിനക്കൊക്കെ ആയതുകൊണ്ട് ഫ്രീ, നമ്മൾ UAEക്കും സൗദി അറേബ്യയ്ക്കൊക്കെ അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഡീലുകൾ ഇപ്പം നടന്നു വരികയാണ്. നിനക്കൊക്കെ ആയതുകൊണ്ട് അത് ഫ്രീ. എന്ത് തന്നെയായിരുന്നാലും ഈ മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരനെ പിടിക്കാനായിട്ട് ഇന്ത്യ കുറേ കാലത്തിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള പ്ലാനുകളും ഓപ്പറേഷനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നീ ചാകാൻ പാടില്ല. നീ നിൻ്റെ ബന്ധുക്കളുടെയും നിൻ്റെ മക്കളുടെയും നിൻ്റെ മക്കളുടെ മക്കളുടെയും ഈ തീവ്രവാദികളുടെ എല്ലാം മരണം കണ്ണിൽ, അതായത് നിൻ്റെ സ്വന്തം കണ്ണിൽ കണ്ടുകൊണ്ട് നീ ജീവിച്ചിരിക്കണം. അങ്ങനെ നരകിച്ച് നീ മരിക്കണം. വാർദ്ധക്യമെന്ന് നീ മരിച്ചാൽ മതി, അങ്ങനെ നീ മരിക്കണം എന്നുള്ളതാണ്. ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി കഴിഞ്ഞ ശേഷം ഇവന്മാർക്ക് മനസ്സിലായി നമ്മുടെ താവളങ്ങളെല്ലാം ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് യവന്മാർ ചെയ്ത വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാക് അധീന കശ്മീരിലും ഇന്ത്യൻ അതിർത്തികളിലും എല്ലാം യവന്മാരുടെ താവളമുണ്ടായിരുന്നു. യവന്മാരുടെ താവളം എല്ലാം കൂടെ യവന്മാർ പറിച്ചെടുത്തുകൊണ്ട് നേരെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് പോയി. ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖല അറിയാമല്ലോ, അതായത് പാകിസ്ഥാൻ്റെ അങ്ങേ അറ്റത്ത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ കിടക്കുന്ന മേഖലയാണ് ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖല എന്ന് പറയുന്നത്. അവിടെ പോയി യവന്മാർ താവളങ്ങളൊക്കെ വെച്ച് സന്തോഷമായിട്ട് വീണ്ടും പ്രവർത്തനങ്ങൾ തുടങ്ങാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് കേറിമെഴുവിട ഗോവാല എന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ പോരാളികൾ യവന്മാർക്ക് നേരെ അടി തുടങ്ങിയത്. അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി എന്ന് പറയുന്നത് പോലെയാണ് യവന്മാരുടെ കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാൻ അടിക്കുന്നു, ഇവിടെ നിന്ന് ഇന്ത്യ അടിക്കുന്നു. ഇനി ഇതും പറിച്ചെടുത്തുകൊണ്ട് ബലൂചിസ്ഥാനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുണ്ട്. അവന്മാർ പാക് പട്ടാളക്കാരെ നിരന്തരം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവന്മാരെ വായിച്ചെന്ന് കയറാൻ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെ മാനമര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് ജീവിക്കാമെന്ന് പറഞ്ഞ് യവന്മാരുടെ താവളങ്ങളെല്ലാം യവന്മാർ എന്ത് ചെയ്തു, അണ്ടർഗ്രൗണ്ടിലോട്ട് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 24 മണിക്കൂർ യവന്മാർ ബങ്കറിലാണ് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബങ്കറിൽ പോകുന്നു എന്ന് പറയുമ്പോൾ, ബങ്കർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അസീം മുനീറിനെയാണ്. അവനെ ബങ്കർ മുനീർ എന്നാണ് നമ്മുടെ നാട്ടുകാർ കളിയാക്കി വിളിക്കുന്നത്. കാരണം ഒരു കരിയൽ അനങ്ങി കഴിഞ്ഞാൽ ഇവ ഓടി ബങ്കറിൽ കയറും. എന്നിട്ട് വെളിയിൽ വന്ന് ഇവൻ വീണ്ടും വലിയ രീതിയിൽ വീരവാദം മുഴക്കും. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബെൻസാണ്, നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ചരക്ക് ലോറിയാണ്. ഒരു ചരക്ക് ലോറി ബെൻസിൽ വന്നിടിച്ചാൽ എന്താകുമെന്ന് അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അപ്പുറത്തെ ഏതെങ്കിലും കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന ബലൂൺ ഇങ്ങനെ പൊട്ടുന്നത്. അപ്പോൾ ഓടിച്ചെന്ന് ബങ്കറിൽ കയറും. ഇതാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസൂദ് അസർ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ്റെ കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2025 മെയ് മാസത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ഈ സാഹചര്യത്തിൽ ജയ്ഷെ മുഹമ്മദ് തലവൻ എനിക്ക് കാര്യമായിട്ടുള്ള ഡിപ്രഷനിലോട്ട് ഞാൻ പോവുകയാണ്.
എന്ന് പറഞ്ഞ് ഇവൻ്റെ ഈ കത്തിൽ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഈ കത്തുകളിൽ ഏതൊക്കെ കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നും ജെയ്ഷെ മുഹമ്മദ് ആദ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബഹാവൽപൂരിൽ ഇന്ത്യ മിസൈൽ ആക്രമണം ആ സമയത്ത് നടത്തി. ആ സമയത്ത് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇവൻ്റെ മൂത്ത സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ്, ഇവൻ്റെ അനന്തരവൻ്റെ ഭാര്യ, അനന്തരവൾ, 5 കുട്ടികൾ എന്നിവർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഈ മസൂദ് അസറിൻ്റെ കത്തിൽ ഇവൻ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. പോരാത്തതിന് ഇവൻ്റെ അടുത്ത അനുയായികളായിട്ടുള്ള സുഹൃത്തുക്കളും അതിനകത്ത് കൊല്ലപ്പെട്ടു. അങ്ങനെ എൻ്റെ വലം കൈയും ഇടം കൈയും ഒക്കെ ആയിട്ടുള്ള ഏകദേശം 14 പേരെയാണ് ഇന്ത്യ കൊന്നു തള്ളിയത് എന്നാണ് ഇവൻ കൃത്യമായിട്ട് പറയുന്നത്. എന്തായാലും ഇന്ത്യൻ ആക്രമണത്തിൽ തൻ്റെ അടുത്ത ബന്ധുവും ജെയ്ഷെ മുഹമ്മദിൻ്റെ കോർ കമാൻഡറുമായിട്ടുള്ള അസർ കൊല്ലപ്പെട്ടതായി ഇവൻ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബഹാവൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന മർക്കസ് ജാമിയ മസ്ജിദ് സുബ്ഹാൻ അള്ള എന്ന് പറയുന്ന അവിടെ അത് പൊളിച്ചു മാറ്റിയ ശേഷം അതിൻ്റെ സംഘടനയുടെ അംഗങ്ങൾക്ക് ഇപ്പോഴും ഭയത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇവൻ പ്രധാനമായും പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അടപടലം ഇവനെ പറിച്ചെടുത്തുകൊണ്ട് ഇന്ത്യ കയ്യിലിട്ട് അമ്മാനമാടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം 2014 ശേഷം പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരികൾ വിറയ്ക്കുമായിരുന്നു. ഒരു വെടി പൊട്ടിയാൽ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള AK ആൻ്റണി ബോധം കെട്ടി വീഴുമായിരുന്നു. പോരാത്തതിന് AK ആൻ്റണി അന്ന് പറഞ്ഞത് 2 കൈയും കൂടെ കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ചൈന അതിർത്തിയിൽ എന്ത് വേണമെങ്കിലും പണിതോട്ടെ, അവരിനി എന്ത് പണിതാലും നമുക്കൊന്നുമില്ല, നമ്മളത് പണിയുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഒരു കൈയും ഒരു കവിളും കൂടെ കൂട്ടിമുട്ടിയാലും അടി ശബ്ദം കേൾക്കും എന്നുള്ളത് നമ്മുടെ AK ആൻ്റണി എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിക്ക് അറിയാതെ പോയി. എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്ന ശേഷം ചൈനയെ കവച്ചു വെച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചൈനീസ് അതിർത്തിയിലും പാകിസ്ഥാൻ അതിർത്തിയിലും നടത്തുന്നത് എന്നുള്ളത്. പോരാത്തതിന് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പുറത്തെടുത്തപ്പോഴാണ് ഇന്ത്യയുടെ വിരാട രൂപം എന്തായിരുന്നുവെന്നും ആണവായുധം പാകിസ്ഥാൻ്റെ എവിടെ ഇരിക്കുന്നു എന്ന് പോലും ഇന്ത്യക്ക് അറിയായിരുന്നുവെന്നും അതിൻ്റെ ഗേറ്റിൻ്റെ നടയിൽ തന്നെ ഇന്ത്യ ഒരു ബ്രഹ്മോസ് അടിച്ചിട്ട് നമുക്കിത് അറിയാം, നമ്മൾ അതുകൊണ്ടാണ് ഈ ഗേറ്റിൻ്റെ നടയിൽ ബ്രഹ്മോസ് അടിച്ചത്, നമുക്കിതെടുത്ത് നിൻ്റെ അണ്ണാക്കിൽ അടിച്ചിട്ട് അറിഞ്ഞൂടാത്തോണ്ടല്ല, പുഴച്ച് പോടാ എന്ന് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞത്. ഇവന്മാർ ബാക്ക് ഡോർ വഴി ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിൻ്റെ കയ്യും കാലും കരഞ്ഞു പിടിച്ചിട്ടാണ് അവസാനം നമ്മൾ എന്ത് ചെയ്തത്, വെടിനിർത്തൽ കരാറുണ്ടാക്കിയത്. അപ്പോഴും നമ്മൾ പറഞ്ഞു, ഇനി നീയൊക്കെ എന്തെങ്കിലും കനന്തരിവ് കാണിച്ചു കഴിഞ്ഞാൽ 2.0 ആയിരിക്കും വരാൻ പോകുന്നത്. ആ 2.0 എന്ന് പറയുന്നത് നിനക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയുണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അതിഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ യുദ്ധമുറയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ടെക്നോളജിക്കലി ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞു. അതായത് ലോകരാജ്യങ്ങൾ പോലും ഞെട്ടുന്ന രീതിയിലാണ് ഇന്ത്യ എന്ത് ചെയ്തത്, ആ സമയത്ത് അത് നടപ്പിലാക്കിയെടുത്തത്. അതിനകത്ത് ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറഞ്ഞൊരു വാർഫെയർ ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കാരണം റഷ്യയുടെ ഡ്രോണുകൾ, അതായത് $2-3 വിലയുള്ള ഡ്രോണുകൾ എടുത്ത് നേരെ എന്ത് ചെയ്യും, യൂറോപ്പിലോട്ട് അടിക്കും. ഈ റൊമാനിയ അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം യവന്മാരെ പാട്രിയറ്റ്, അയൺ ഡോം എന്നിങ്ങനെയുള്ള നല്ല വിലയുള്ള എന്ത് ചെയ്യും, ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ഈ $2-3 വിലയുള്ള ഈ ഡ്രോണുകളെ തകർത്തെറിയാനായിട്ട് ഇവന്മാർ 5-6 ലക്ഷം രൂപ വിലയുള്ള മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. അവസാനം ട്രംപിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, പോക്കറ്റ് കീറി, ഇനി നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, പോക്കറ്റ് കീറി എന്നാണ് അവന്മാർ പറഞ്ഞത്. കാരണം റഷ്യ അവിടെ നിന്ന് തുച്ഛമായിട്ടുള്ള വിലയ്ക്കുള്ള ഡ്രോണൊക്കെയാണ് ഇങ്ങോട്ട് പറത്തി വിടുന്നത്. നമ്മളിവിടെ നിന്ന് 5-6 ലക്ഷം രൂപ, ഇപ്പോൾ 1000 ഡ്രോൺ വന്നാൽ 1000 മിസൈൽ അടിക്കണം. 1000 മിസൈൽ അടിച്ചു കഴിഞ്ഞാൽ 6 ലക്ഷം × 1000 ഒന്ന് കൂട്ടി നോക്കുക എത്ര രൂപയായിരുന്നു എന്നൊക്കെ ട്രംപിൻ്റെ മുമ്പിൽ പോയി അവന്മാർ വായ്ത്താളം അടിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ കാര്യത്തിലൊക്കെ ഇന്ത്യ ബെസ്റ്റാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ടഫ് നെഗോഷിയേറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ടഫ് നെഗോഷിയേറ്റർ മാത്രമല്ല, $1 എവിടെ ലാഭിക്കാൻ പറ്റുമോ അവിടെ പ്രധാനമന്ത്രി കമന്നു വീഴും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയമില്ല. ഇതിൽ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുമ്പോൾ ഈ പാകിസ്ഥാൻ ഒരു ഡ്രോൺ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ ഒരു ഡ്രോൺ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ ആ ഡ്രോണിനെ തകർക്കാനായിട്ട് സാധാരണ രാജ്യങ്ങൾ എന്ത് ചെയ്യും, വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കും. ഈ വ്യോമ പ്രതിരോധ സംവിധാനം നമ്മുടെ രാജ്യം ഈ ഡ്രോണിൻ്റെ കേസിൽ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ആ സമയത്ത് ഒരു പുതിയ വാർഫെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇലക്ട്രോണിക് വാർഫെയർ എന്നാണ് അതിൻ്റെ പേര്. ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോൺ അവിടെ നിന്ന് ഇങ്ങനെ പറന്നു വരുമ്പോൾ ഈ ഡ്രോണ് പറത്തിവിടുന്നവൻ്റെ കയ്യിൽ ഒരു റിമോട്ട് ഉണ്ടായിരിക്കുമല്ലോ. പോരാത്തതിന് ഈ ഡ്രോണിന് ആ റിമോട്ടിൻ്റെ സിഗ്നലും കിട്ടണം. ഈ സിഗ്നലും ഈ റിമോട്ടിൻ്റെയും ഈ ഡ്രോണിൻ്റെയും സിഗ്നൽ, അതായത് ഇങ്ങനെ പോകുന്ന സിഗ്നൽ എന്ത് ചെയ്യും, അത് നടുക്ക് വെച്ച് കട്ട് ചെയ്ത് കളയും. അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഡ്രോണിന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള സിഗ്നൽ കിട്ടാതാവുകയും ഡ്രോൺ ഒന്നെങ്കിൽ ആകാശത്ത് വെച്ച് നിർവീര്യമാവുകയും താഴെ വന്ന് പതിക്കുക, അതായത് അവൻ്റെ രാജ്യത്ത് തന്നെ വന്ന് പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഗംഭീര
ഗംഭീരമായിട്ടുള്ള ഒരു വാർഫെയർ ആണ്. ഇത് കണ്ട് ലോകരാജ്യങ്ങൾ ഞെട്ടിപ്പോയി. കാരണം 5, 6, 7, 8 കോടികൾ മുടക്കിയാണ് നമ്മൾ ഓരോരോ ഡ്രോണുകളെയൊക്കെ എന്ത് ചെയ്യുന്നത്, നിർവീര്യമാക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഓപ്പറേഷൻ സിന്ദൂർ 2.0ക്കായി ഇന്ത്യ ചെയ്യാൻ പോകുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ചാര ഉപഗ്രഹങ്ങൾ നേരെ ആകാശത്തോട്ട് അയക്കുന്നുണ്ട്. ഈ ചാര ഉപഗ്രഹങ്ങളുടെ ഇനി വരാൻ പോകുന്ന വാർഫെയർ അങ്ങനെയാണ്. ഈ ചാര ഉപഗ്രഹങ്ങൾ ആകാശത്തേക്ക് പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഉപഗ്രഹങ്ങൾക്ക് പാകിസ്ഥാനെ സമ്പൂർണ്ണമായിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. പോരാത്തതിന് നമുക്കറിയാം, ഇപ്പോൾ ഉള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഉപഗ്രഹമില്ലാതെ ഒന്നും നടക്കില്ല. പണ്ട് നമ്മളെ കമ്മികൾ പറഞ്ഞതുപോലെയല്ല, ആകാശത്തോട്ട് വാണം വിട്ടാൽ പട്ടിണി മാറോ എന്ന് ചോദിച്ചതുപോലെയല്ല, പട്ടിണി മാറും. ആ ഉപഗ്രഹങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എന്താണ്, നമുക്ക് ഇൻ്റർനെറ്റ് പോലും വരുന്നത് ഇപ്പോൾ ആ ഉപഗ്രഹങ്ങളിൽ നിന്നാണ്. അതാണ് സ്റ്റാർലിങ്ക് എന്നൊക്കെ പറയുന്നത്. ഒരു രാജ്യത്തിനെ സമ്പൂർണ്ണമായിട്ടും ഇരുട്ടിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ടിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഉപഗ്രഹങ്ങളെ അടിച്ച് തുലച്ചാൽ മതി. ഇന്ത്യ അങ്ങോട്ടേക്ക് ഉപഗ്രഹങ്ങളെ അയച്ചിട്ട് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഉപഗ്രഹങ്ങളെ അടക്കം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഓപ്പറേഷൻ 2.0 ഉപഗ്രഹങ്ങളിലൂടെ ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് പാകിസ്ഥാനെ ആദ്യം നമ്മൾ അവന്മാരെ ഉപഗ്രഹങ്ങളെ മുഴുവൻ അടിച്ചു കളഞ്ഞ് ബ്ലാക്ക് ഔട്ട് ആക്കും. എന്നിട്ട് അവന്മാരെ മൊത്തത്തിൽ കരിച്ച് പൊടിച്ച് കളയും എന്നാണ് ജപ്പാനിലെ തിങ്ക് ടാങ്കുകൾ പാകിസ്ഥാന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പോരാത്തതിന് ഇപ്പോൾ പാകിസ്ഥാനിലെ തിങ്ക് ടാങ്കുകൾ പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവന്മാരുടെ കയ്യിൽ ബ്രഹ്മോസ് ഉണ്ട്, വെറുതെ അടികൊള്ളാൻ പോകണ്ട, അവന്മാർ അതെടുത്ത് അണ്ണാക്കി തിരിവ് തരും എന്നാണ് അവന്മാരോട് പാകിസ്ഥാനിലെ തിങ്ക് ടാങ്കുകൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മോസ് 2യും ബ്രഹ്മോസ് NSG എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര പ്രസിഷനാണ്. അത് മൂട്ടിൽ വന്ന് വീഴാൻ പറഞ്ഞാൽ അത് മണ്ടയിൽ വന്ന് വീഴും. അങ്ങനത്തെ മിസൈലുകളാണ് ഇന്ത്യ അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നത്. പോരാത്തതിന് നമ്മുടെ ഇന്ത്യയുടെ ഈ പ്രതിരോധത്തിൻ്റെ, അതായത് പ്രതിരോധ നിർമ്മാണ മേഖല 1.5 ലക്ഷം കോടി കടന്നുവെന്നും നമ്മുടെ പ്രതിരോധ കയറ്റുമതി 40,000 കോടിയായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എല്ലാ ലോകരാജ്യങ്ങളും നമ്മുടെ മുമ്പിൽ വന്ന് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ആയുധങ്ങൾ വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. 2027 30,000 തൊടും എന്ന് പറഞ്ഞ നമ്മുടെ ആ പ്രതിരോധ കയറ്റുമതി 2026 ഇപ്പോൾ ജൂലൈ ആയി. ഈ ജൂലൈ മാസം തന്നെ ഏകദേശം 40,000 കോടി ടച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2027 ആകുമ്പോഴേക്കും അത് ഏകദേശം 50,000 60,000 കോടി ടച്ച് ചെയ്യും എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും കരുതുന്നത്. ഇത് നമ്മുടെ UPA സർക്കാർ ഭരിച്ച സമയത്ത് 500 കോടി 600 കോടിയിലാണ് ഇത് കിടന്നത്. നമുക്കറിയാം, UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത്, നമ്മുടെ സോണിയാജിയും മൻമോഹൻജിയൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് നമ്മൾ കേട്ടിരുന്ന വാർത്ത, നമ്മുടെ നികുതി പണം എടുത്തിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കൊടുത്തിട്ട് അവന്മാരുടെ കയ്യിൽ നിന്നും അവന്മാരെന്ത് ചെയ്യും, തുരുമ്പെടുത്ത മെസ്സേജൊക്കെ നമ്മൾ വാങ്ങിച്ചു വയ്ക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പ്രതിരോധ ബഡ്ജറ്റിൽ ഇത്ര തുക അനുവദിച്ചു. ആർക്ക് അനുവദിച്ചു? DRDOയ്ക്ക് അനുവദിച്ചു. ഇനി നിങ്ങളും ഉണ്ടാക്കുന്ന മെസ്സേജ്, അതായത് നമ്മൾ തദ്ദേശീയമായിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചാണ് നമ്മളിപ്പോൾ പ്രതിരോധ രംഗത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് പാകിസ്ഥാനുമായിട്ടൊന്നും ഇനി ഇന്ത്യയെ കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നത് ചൈനയുടെ കൂടെയും അമേരിക്കയുടെ കൂടെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്തി നിൽക്കുന്ന ആ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഓപ്പറേഷൻ സിന്ദൂറോട് കൂടെയാണ്. ഇന്ത്യയുടെ പവർ ഇത്രത്തോളമാണ്. ഇന്ത്യ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ വലിയ സംഭവങ്ങളാണ്, അതായത് ഇറുക്ക് എന്ന് പറയുന്ന കാര്യങ്ങളാണ് പണിതുകൊണ്ട് വരുന്നത് എന്ന് കൃത്യമായി പാകിസ്ഥാനും ലോകരാജ്യങ്ങൾക്കും മനസ്സിലായത്. അതിനുശേഷമാണ് ട്രംപിന് നമ്മളോടുള്ള സമീപനത്തിലൊക്കെ ഇത്രയും അധികം മാറ്റം വന്നത്. ട്രംപ് അതുവരെ വിചാരിച്ചിരുന്നത് ഇന്ത്യയെ തകർക്കണമെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുത്തിയാൽ മതിയല്ലോ എന്നാണ് ട്രംപ് വിചാരിച്ചിരുന്നത്. കാരണം ട്രംപ് ഇപ്പോൾ ഇറാൻ്റെ കഷത്തിൻ്റെ ഇടയിൽ കൊണ്ട് തല വെച്ചിട്ട് അവന് ഊരാൻ പറ്റുന്നില്ല, ഇറാനാണെങ്കിൽ വിടുന്നില്ല. അതുപോലെ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധം അങ്ങ് നീണ്ടുപോകും. ആ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകും. അത് അടിയായി പിടിയായി ആക്രമണമായി നമ്മുടെ സമ്പത്തെല്ലാം ആ യുദ്ധത്തിന് വേണ്ടി നമ്മളിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ ആ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ 2 ദിവസം ആടിച്ച് ഇവന്മാരെ ഷെഡി കയറ്റി ഇവന്മാർ വന്ന് നമ്മളെ കാല് പിടിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് നിർത്തിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് ഫയൽമാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് ഇത് നിർത്തിയത് എന്ന് പറഞ്ഞ അവകാശവാദങ്ങളുമായിട്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായിരുന്നാലും മസൂദ് അസറും ലഷ്കർ ഇ തോയ്ബയും അൽ ഖ്വയ്ദ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കുന്ന ഇന്ത്യയല്ലേ ഇത്. ലഷ്കർ ഇ തോയ്ബയ്ക്കും ലഷ്കർ ഇ തോയ്ബയ്ക്കും ഈ ജെയ്ഷെ മുഹമ്മദിനകത്ത് പോലും ഇന്ത്യയുടെ ചാരന്മാരുണ്ടോ എന്ന് പല ആൾക്കാരും സ്പെക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും സുഡാപ്പികൾക്ക് നെഞ്ചത്തടിച്ച് കരയാനൊരു വകയായി. ഇപ്പോൾ ഓൾറെഡി അവന്മാർ ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ഇവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. ആ വേട്ടാവളേനെ 6 ദിവസം കൊണ്ട് സംസ്കരിക്കുകയാണല്ലോ. അങ്ങനെ സംസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ അവന്മാർ ഇവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ നെഞ്ചത്തടിച്ച് കരയാൻ വേറൊരു വക കൂടെയായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി.